ഇന്ന് നാം ചിന്തിക്കുന്നത് അക്ഷരീയമായും ആത്മീയമായും സാത്താന്റെ അന്ത്യം എന്താകും എന്ന് തിരുവെഴുത്ത് പറയുന്നു എന്ന് നോക്കാം. ഉപായത്താൽ മനുഷ്യനെ പാപത്തിനും ശാപത്തിനും ഒക്കെ അടിമയാക്കി മനുഷ്യന്റെ മേലും മനുഷ്യന് പാർക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഭൂമിയുടെ മേലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രതിയോഗിയായ സാത്താൻ അധികാരം സ്ഥാപിച്ചു. യേശു കർത്താവിന്റെ ക്രൂശീകരണം നടക്കുമ്പോൾ സാത്താന്റെ തല തകർന്നു. ആത്മമണ്ഡലത്തിൽ ആത്മാവാകുന്ന സാത്താന്റെ തല തകർന്നു. എന്നാൽ ഇന്ന് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, കർത്താവും ദൈവമായി അംഗീകരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു വരും. കർത്താവിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഏക ഭരണകൂടം നിലവിൽ വരും. ആ ഭരണാധികാരിയെ എതിർ ക്രിസ്തു എന്ന് വേദപുസ്തകം പറയുന്നു. ഈ എതിർ ക്രിസ്തുവിന് ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ഒരു കള്ളപ്രവാചകനും എഴുന്നേൽക്കും. എതിർ ക്രിസ്തുവിനെ കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊകയിൽ ജീവനോടെ തള്ളിക്കളയും. അതിനുശേഷമാണ് കർത്താവ് ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച നടത്തുന്നത്. യേശു ക്രിസ്തു ഭരണം ഏൽക്കുന്നതിന് തൊട്ടു മുമ്പായി സാത്താനെ ബന്ധിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി പഴയ പാമ്പും പിശാചും സാത്താനുമായ സർപ്പത്തെ പിടിച്ചു 1000 ആണ്ടേക്ക് ഇവനെ ബന്ധിച്ചു അഗാധഗർത്തത്തിൽ അടച്ചു, മുദ്ര വെച്ചു. അതിനുശേഷമാണ് 1000 ആണ്ട് രാജാതിരാജാവായി കർത്താവായി യേശുക്രിസ്തു ഭൂമിയിൽ അക്ഷരീയമായി യെരൂശലേം കേന്ദ്രമാക്കി ഭരണം നടത്തുന്നത്. 1000 വർഷത്തിന് ശേഷം ഇവനെ അഴിച്ചുവിടുന്നു. അവനെ അഴിച്ചുവിട്ടപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ചെന്നു ക്രിസ്തുവിന്റെ ഭരണത്തിനെതിരെ ജനസമൂഹത്തെ വശീകരിച്ച് ക്രിസ്തുവിന് നേരെ യുദ്ധം ചെയ്യുവാൻ അവൻ ജനത്തെ കൂട്ടിക്കൊണ്ട് യെരൂശലേം കേന്ദ്രമാക്കി യുദ്ധത്തിന് കടന്നു ചെല്ലുകയാണ് ഉണ്ടായത്. എന്നാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയുന്നു. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധതീപ്പൊയ്യിലേക്ക് തള്ളിയിടുന്നു. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ആത്മീയമായും അക്ഷരീയമായും അവൻ്റെ ചരിത്രം അവസാനിക്കുന്നു. പിന്നെ സാത്താനുമില്ല, അവൻ്റെ പ്രവൃത്തിയുമില്ല.